അങ്ങനെ പറഞ്ഞ് നോമ്പ് 12 കഴിഞ്ഞിട്ടുണ്ട്. റമളാൻ മാസത്തിലെ രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ്ലി ഞാൻ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി സ്റ്റാർട്ട് ചെയ്യുക ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ സോഫയുടെ അടുത്തേക്കാണ് പോവുക. അവിടെ അവർ മക്കൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ സോഫ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ടർക്കി വിരിച്ചു കൊടുക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ മക്കളെ ബ്രഷും കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് അങ്ങ് വെക്കും കേട്ടോ. പിന്നെ എല്ലാ വീട്ടിലെയും പോലെ തന്നെയാണ് എൻ്റെ ക്ലീനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ചെയറൊക്കെ ഡിസോർഡർ ആയി കിടക്കുന്നത് ഒന്ന് ഓർഡർ ആക്കി വെക്കും. പിന്നെ ടേബിൾ ഒന്ന് തുടച്ച് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ കുറച്ച് ദിവസമായി വെള്ളം കൊടുത്തിട്ട് ഞാനൊരു 10 ഡേയ്സ് കൂടുമ്പോഴാണ് പ്ലാന്റ്സിനൊക്കെ വെള്ളം നനച്ച് കൊടുക്കാറുള്ളത്, ഇൻഡോർ പ്ലാന്റ്സിന് കേട്ടോ. അപ്പം വീട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ കിച്ചണിൽ വെച്ചിട്ടും ബാത്റൂമിൽ വെച്ചിട്ടുമാണ് നനച്ച് കൊടുക്കാറുള്ളത്. ഈ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് പോട്ടിൻ്റെ പുറത്തുള്ള പൊടിയും കാര്യങ്ങളും ഇലയിലുള്ളതെല്ലാം തന്നെ പോയി കിട്ടും. പിന്നെ ചില ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ചോദിക്കും ഇതൊക്കെ പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്കിങ്ങനെ ചെടി വളർത്താനൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തോന്ന് അറിയില്ല, വീട്ടിൽ താമസിച്ചതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചെടികളൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുരുമുളക് മുകളിലേക്കുള്ളതൊന്നും എനിക്ക് പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞതൊക്കെ ഞാൻ പെറുക്കി വെച്ചിട്ട് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുക്കാറാണ്. അപ്പോൾ ഇന്ന് എത്രയാണ് കിട്ടിയത്. ഇതിന് മുമ്പ് കിട്ടിയതിനെ ഞാനെന്താ വെയിലത്തിട്ട് ഉണക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പണി കഴിഞ്ഞ് വന്ന് നോക്കുമ്പം എൻ്റെ കുട്ടി പട്ടാളം ഇവിടെ സൈക്കിളിൽ ഞാൻ പുറത്ത് പോകുന്ന രീതിയിൽ ഷാളും കയ്യിൽ ആ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് താക്കോലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.